മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളുണ്ടോ? ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ? അത് വിമർശന വിധേയമാക്കണ്ടോ? തിരുത്തേണ്ടതായ നടപടികളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ അതൊരു വിഷയം. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PM ശ്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മതേതര സമൂഹവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ നിലപാടുകൾ ആ രീതിയിൽ CPMൻ്റെ തന്നെ അണികൾക്കും CPMൻ്റെ അനുഭാവികൾക്കും എത്രമാത്രം അവരിൽ അതിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല പോലെ വിഷയം എങ്ങനെയാണ് ഇലക്ഷന് നിർണായകമായതെന്നും ആ ശബരിമല വിഷയത്തിൽ CPMൻ്റെ നിലപാടുകൾ എന്തുകൊണ്ട് പാളിച്ച പറ്റിയ നിലപാടുകളാണെന്നും 2 CPMൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ CPMൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ ഈ പ്രതികളായി ജയിലിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ആ പ്രശ്നം വേണ്ട പോലെ അഡ്രസ്സ് ചെയ്ത് ഒഴിഞ്ഞു മാറുന്നോ, അതിനെ പ്രശ്നം മനസ്സിലാക്കാതെ പോയതോ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താണ് നടപടികൾ. പിന്നെ ഇതിനേക്കാൾ ഉപരിയായിട്ട് സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ ഏറ്റവും വെള്ളാപ്പള്ളി നടേശൻ ഒരാൾ വലിയ സ്വീകാരനാവുകയും അദ്ദേഹത്തിൻ്റെ വാക്വിലാസത്തെ പ്രകീർത്തിക്കുകയും അത് മഹാനായ കുമാരനാശൻ്റെ തുടർച്ചയായിട്ട് സ്ഥാപിക്കുകയും അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സ്ഥാപിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വെച്ച് മലപ്പുറത്ത് നിവാസികളെ അപമാനിച്ച് മലപ്പുറം ജില്ലയെ മോശപ്പെടുത്തുകയും കേരളത്തിൽ മുസ്ലിം വിരുദ്ധ ഒരു വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കും. ഒരു BJP നേതാവ്, ഒരു RSS നേതാവിനേക്കാൾ ശക്തമായ രീതിയിൽ തന്നെ ആ വിഷം തുപ്പുകയും ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി കൊടുത്ത പിന്തുണ ആ വ്യക്തിയുടെ നിലപാട് സാധൂകരിക്കുകയും അദ്ദേഹത്തെ ഈ ശബരിമലയിൽ അയ്യപ്പ കോൺക്ലേവിന് അദ്ദേഹത്തിനൊക്കെ കാറിൽ കയറ്റി കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന സംബന്ധിച്ചോളം അതൊക്കെ പ്രതീകാത്മകമാണ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ പണ്ടൊരു മിനി ക്യാബിനറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിന് കണിച്ചുകുളങ്ങര പണ്ട് കഴിഞ്ഞ മിനിസ്റ്റർ സമയത്ത് ഒരു മിനി ക്യാബിനറ്റ് നടത്തിന്. അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു പങ്ക് വെള്ളാപ്പള്ളി നടേശൻ വഹിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഒരു പങ്ക് വഹിക്കുന്നില്ല. പ്രതികൂലമായ പങ്ക് വല്ലതും വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം മാത്രമല്ല, ഈ സാമുദായിക നേതാക്കളെ പ്രീണിപ്പിക്കുക. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി വന്ന വെള്ളാപ്പള്ളി നടേശൻ മറ്റു സാമുദായിക നേതാവുകളുണ്ട് പെരുന്നയിൽ. അദ്ദേഹത്തെയും പ്രീണിപ്പിക്കാൻ നടപടി നടന്നിരുന്നു ഇതിൻ്റെ ഇടക്കാലത്ത്. ഈ സാമുദായിക നേതാക്കൾക്ക് സമുദായത്തിൻ്റെ വലിയ പിന്തുണയിലും അവരെ പ്രീണിപ്പിക്കുന്നത് സത്യത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും അവരെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ദോഷകരമാണ്. ചരിത്രപരമായിട്ടൊരു റോള് നിർവഹിച്ചു കഴിഞ്ഞ പ്രസ്ഥാനങ്ങളാണെന്ന് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു റോളിനും അവർക്ക് സമൂഹത്തിലും സമുദായത്തിനിടയിൽ തന്നെ അവരുടെ നേതൃത്വത്തിന് വളരെ എന്താ പറയുക പ്രതികൂലമായൊരു സാന്നിധ്യമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. തിരിച്ചറിയാൻ പോലുമുള്ള യാഥാർത്ഥ്യബോധം ഇല്ലായ്മ CPMനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ CPM ഒരു തിരുത്തൽ ശക്തിയായിട്ട് PM ശ്രീ നമ്മൾ കണ്ടതാണ്. ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. കാരണം